എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ ഈയൊരു വിശകലനത്തിലേക്ക് സ്വാഗതം. നമ്മുടെ ലോകം പതിയെ പതിയെ മാറിക്കൊണ്ടിരിക്കുകയാണല്ലേ? എന്നാൽ ഈ മാറ്റത്തിനു പിന്നിൽ നമ്മുടെയൊന്നും ശ്രദ്ധയിൽപ്പെടാത്ത ഒരു ടെക്നോളജിയുണ്ട്. അപ്പോൾ ജെനസിസ് ഇന്റർനാഷണൽ എങ്ങനെയാണ് നമ്മുടെയൊക്കെ ഡിജിറ്റൽ ഭാവിയും മാപ്പ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കിയാലോ? അപ്പോ ഒരു ചോദ്യത്തോടെ തുടങ്ങാമല്ലേ? നമ്മുടെ ഭാവിയെ മുന്നോട്ട് നയിക്കുന്നത് പക്ഷേ നമുക്ക് നേരിട്ട് കാണാൻ പറ്റാത്ത ഒരു ഇൻവിസിബിൾ ലെയർ ഉണ്ട്. എന്തായിരിക്കും അത്? ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ? ശരിക്കും പറഞ്ഞാൽ ഈ ചോദ്യത്തിന്റെ ഉത്തരത്തിലാണ് നമ്മുടെ ഫ്യൂച്ചർ ഇരിക്കുന്നത്. നമുക്ക് ഒരുമിച്ച് അതൊന്ന് കണ്ടുപിടിക്കാം. ജെനസിസ് ഇന്റർനാഷണലിന്റെ ലോകത്തേക്കൊന്ന് കടന്നു ചെല്ലാം. ഡിജിറ്റൽ ലോകം നിർമ്മിക്കുന്നു എന്നൊക്കെ കേൾക്കുമ്പോൾ കൊള്ളാം. പക്ഷെ ശരിക്കും എന്താണിവരുടെ പണി? അവരുടെ പ്രവർത്തനങ്ങളുടെ ഒരു ബ്ലൂ പ്രിന്റ് നമുക്കൊന്ന് നോക്കിയാലോ? ഇതാണ് അവരുടെ പ്രധാന പ്രോഡക്റ്റ്, 3D ഡിജിറ്റൽ ട്വിൻ. നമ്മളൊക്കെ കളിക്കുന്ന സിംസിറ്റി എന്ന കമ്പ്യൂട്ടർ ഗെയിം പോലെ ഒന്ന് സങ്കൽപ്പിക്കാം. പക്ഷേ ഇവിടെ നമ്മൾ കളിക്കുന്നത് സാങ്കല്പിക നഗരങ്ങളിലല്ല, മറിച്ച് നമ്മുടെ യഥാർത്ഥ നഗരങ്ങളുടെ ഒരു ഡിജിറ്റൽ പതിപ്പിലാണ്. ഉദാഹരണത്തിന്, ഒരു പുതിയ മെട്രോ ലൈൻ പണിയുന്നതിന് മുൻപ് അതിന്റെ ഡിജിറ്റൽ മോഡലിൽ ഒരു പരീക്ഷണം നടത്തി ട്രാഫിക് എങ്ങനെ മാറുമെന്ന് കൃത്യമായി കണ്ടെത്താം. സോ ഇതൊരു വെറും കളിയല്ല, നമ്മുടെ നാളെയെ രൂപപ്പെടുത്തുന്ന ഒരു പവർഫുൾ ടൂളാണ്. ഈ ടെക്നോളജിയുടെ ഉപയോഗം ഇപ്പോൾ തന്നെ പല മേഖലകളിലുമുണ്ട്. ഒരു നഗരത്തെ ഡിജിറ്റലായി മാപ്പ് ചെയ്താൽ 5G ടവർ എവിടെ വെച്ചാലാണ് എല്ലാവർക്കും നല്ല കവറേജ് കിട്ടുക എന്ന് കൃത്യമായി കണ്ടെത്താം. അല്ലെങ്കിൽ ഒരു വെള്ളപ്പൊക്കം വന്നാൽ ഏതൊക്കെ സ്ഥലങ്ങളെ ആയിരിക്കും ഏറ്റവും കൂടുതൽ ബാധിക്കുക എന്ന് മുൻകൂട്ടി കണ്ട് രക്ഷാപ്രവർത്തനം പ്ലാൻ ചെയ്യാം. ഇതിന്റെ സാധ്യതകൾ ശരിക്കും പറഞ്ഞാൽ അവസാനിക്കുന്നില്ല. അപ്പോ ഈ ഡിജിറ്റൽ ലോകം അവരെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? പ്രധാനമായും 4 ഘട്ടങ്ങളിലൂടെയാണ്. ആദ്യം വിമാനങ്ങളിലും വണ്ടികളിലുമൊക്കെ ഘടിപ്പിച്ച ലേസർ, അതായത് ലൈഡാർ ഉപയോഗിച്ച് ഭൂമിയുടെ വളരെ ഡീറ്റെയിൽഡായ 3D മാപ്പുകളുണ്ടാക്കും. പിന്നെ ഈ മാപ്പുകളിലേക്ക് കൂടുതൽ വിവരങ്ങൾ ചേർത്ത് അതിനെ സമ്പന്നമാക്കും. കെട്ടിടങ്ങളുടെയും പാലങ്ങളുടെയും ഒക്കെ ഡിജിറ്റൽ മോഡലുകളുണ്ടാക്കും. അവസാനം ഈ സങ്കീർണമായ ഡാറ്റയെല്ലാം സാധാരണക്കാർക്ക് പോലും ഉപയോഗിക്കാൻ പറ്റുന്ന ആപ്പുകളാക്കി മാറ്റും. അപ്പോൾ ആരാണ് ഇവരുടെ കസ്റ്റമേഴ്സ്? ലിസ്റ്റ് വളരെ വലുതാണ്. നമ്മുടെ സ്മാർട്ട് സിറ്റി പദ്ധതികൾ നടപ്പിലാക്കുന്ന സർക്കാർ മുതൽ നിങ്ങൾക്ക് 5G കണക്ഷൻ തരുന്ന ടെലികോം കമ്പനികൾ വരെ ഇവരുടെ ഉപഭോക്താക്കളാണ്. അതുമാത്രമല്ല, ഇന്ത്യയിൽ ഒതുങ്ങി നിൽക്കുന്നില്ല ഇവരുടെ പ്രവർത്തനം. ലോകമെമ്പാടുമുള്ള 74 രാജ്യങ്ങളിൽ അവരുടെ ടെക്നോളജി ഉപയോഗിക്കുന്നുണ്ട്. അത് അവരുടെ ഒരു ഗ്ലോബൽ റീച്ച് തന്നെയാണ് കാണിക്കുന്നത്. ടെക്നോളജിയൊക്കെ കൊള്ളാം, പക്ഷെ ഒരു കമ്പനി എന്ന നിലയിൽ ഇവർക്ക് പൈസയുണ്ടാക്കാൻ പറ്റുന്നുണ്ടോ? അത് പ്രധാനപ്പെട്ട ചോദ്യമാണല്ലോ അല്ലേ? അപ്പോ ജെനസിസിന്റെ കണക്കുകൾ എന്താണ് പറയുന്നത്? നമുക്ക് നോക്കാം. 2025 സാമ്പത്തിക വർഷം മാത്രം ഇവർ ഉണ്ടാക്കിയ വരുമാനം ഏകദേശം 284 കോടി രൂപയാണ്. ഇതുപോലൊരു സ്പെഷ്യലൈസ്ഡ് ഫീൽഡിൽ പ്രവർത്തിക്കുന്ന ഒരു ഇന്ത്യൻ കമ്പനിക്ക് ഇതൊരു വളരെ മികച്ച നേട്ടം തന്നെയാണ്. ആ 284 കോടി വരുമാനത്തിൽ നിന്ന് എല്ലാ ചെലവുകളും കഴിഞ്ഞ് അവരുടെ കയ്യിൽ വന്ന അറ്റാദായം 63 കോടി രൂപയാണ്. ഇത് കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, അവരുണ്ടാക്കുന്ന ഓരോ രൂപയിലും നല്ലൊരു പങ്ക് ലാഭമാക്കി മാറ്റാൻ ഈ കമ്പനിക്ക് സാധിക്കുന്നുണ്ട്. ഇനി ഈ കണക്ക് നോക്കൂ. ഇതാണ് ശരിക്കും അതിശയിപ്പിക്കുന്നുവെന്ന്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ ഏകദേശം 46%. സിമ്പിളായി പറഞ്ഞാൽ, അവരുടെ പ്രധാന ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന 100 രൂപയിൽ 45 രൂപയും ലാഭമാണ്. ഇത്രയും ഉയർന്ന ഒരു മാർജിൻ ഈ ഇൻഡസ്ട്രിയിൽ വളരെ അപൂർവമാണ്. ഇതവരുടെ ടെക്നോളജിയുടെയും കാര്യക്ഷമതയുടെയും ഒരു വലിയ തെളിവാണ്. ഈ ടേബിള് ഒരു സിനിമയുടെ കഥ പോലെയാണ്. നോക്കൂ, 2021ലും 2022ലും കോടികളുടെ നഷ്ടം. എന്നാൽ പിന്നീട് കണ്ടത് ഒരു ഗംഭീര തിരിച്ചുവരവാണ്. വെറും 3 വർഷം കൊണ്ട് വലിയ നഷ്ടത്തിൽ നിന്ന് വൻ ലാഭത്തിലേക്കുള്ള ഒരു കുതിച്ചുചാട്ടം. ഇന്ത്യയുടെ ഡിജിറ്റലൈസേഷനും സ്മാർട്ട് സിറ്റി പദ്ധതികളുമൊക്കെ ഒരുപക്ഷേ ഈ വളർച്ചയ്ക്ക് വലിയൊരു ഇന്ധനമായിട്ടുണ്ടാവാം. എന്നാൽ ഈ രംഗത്തെ L&T ടെക്നോളജി സർവീസസ് പോലുള്ള ഭീമന്മാരുമായി താരതമ്യം ചെയ്യുമ്പോൾ ജെനസിസ് ഒരു ചെറിയ പ്ലെയറാണ്. പക്ഷേ വലിപ്പത്തിലല്ല കാര്യം. അവരൊരു പ്രത്യേക ഏരിയയിൽ, അതായത് 3D മാപ്പിംഗിൽ ഫോക്കസ് ചെയ്യുന്നതുകൊണ്ട് അവിടെ ഒരു സ്പെഷ്യലിസ്റ്റ് ആകാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഈ കണക്കുകളെല്ലാം കൊള്ളാം. പക്ഷെ ഒരു നിക്ഷേപകൻ എന്ന നിലയിൽ നമ്മൾ എന്തൊക്കെയാണ് പരിഗണിക്കേണ്ടത്? ഏതൊരു കമ്പനിയെയും പോലെ ജെനസിസിനും അതിൻ്റെതായ ശക്തികളും ചില വെല്ലുവിളികളുമുണ്ട്. നമുക്കതിലേക്കൊന്ന് നോക്കാം. ഒരു ത്രാസ് പോലെ നമുക്കിതിനെ കാണാം. ഒരു വശത്ത് അവരുടെ കിടിലൻ ടെക്നോളജി, ഉയർന്ന ലാഭം, പിന്നെ കാര്യമായ കടബാധ്യതകളില്ലാത്ത ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി. മറുവശത്ത് സ്റ്റോക്കിന്റെ വില അല്പം കൂടുതലാണ്, ചിലപ്പോൾ പ്രോജക്റ്റുകൾക്കനുസരിച്ച് വരുമാനത്തിൽ മാറ്റങ്ങൾ വരാം, പിന്നെ ഈ രംഗത്ത് മത്സരം കൂടി വരുന്നുണ്ട്.
കമ്പനിയുടെ ചെയർമാന്റെ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ അവരുടെ ലക്ഷ്യം എത്ര വലുതാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇന്ത്യയിലെ പ്രധാന 100 നഗരങ്ങളുടെ ഡിജിറ്റൽ പകർപ്പുണ്ടാക്കുക. ഇത് വെറുമൊരു ബിസിനസ് പ്ലാൻ അല്ല, രാജ്യത്തിന്റെ ഭാവിയെ തന്നെ മാറ്റിയെഴുതാൻ കഴിവുള്ള ഒരു വലിയ പദ്ധതിയാണ്. അപ്പോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു. ഇതിൽ നിന്നെല്ലാം നമ്മൾ ഓർത്തിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് ചുരുക്കി പറയാം. ചുരുക്കി പറഞ്ഞാൽ, ജെനസിസ് വളരെയധികം ഡിമാൻഡുള്ള ഒരു മാർക്കറ്റിലെ ഒരു ലീഡറാണ്. ഫണ്ടമെന്റൽസ് വളരെ സ്ട്രോങ് ആണ്, നല്ല വളർച്ചയുമുണ്ട്. പക്ഷേ ഈ മികവെല്ലാം സ്റ്റോക്കിന്റെ വിലയിൽ ഇപ്പോൾ തന്നെ ഉൾപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് അവരുടെ ഭാവിയിലെ വളർച്ചയും പുതിയ പ്രൊജക്റ്റുകളുമൊക്കെ നമ്മൾ സൂക്ഷ്മമായി നിരീക്ഷിക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ അവസാനം ചോദിക്കേണ്ട ചോദ്യം ഇതാണ്: നമ്മുടെ സ്മാർട്ട് സിറ്റികളുടെയും സ്വയം ഓടുന്ന കാറുകളുടെയും ഒക്കെ ഒരു ലോകം വരുമ്പോൾ അതിനെ പ്രവർത്തിപ്പിക്കാൻ പോകുന്ന ഒരു ഡിജിറ്റൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണോ ജെനസിസ് ഇന്ന് നിർമ്മിക്കുന്നത്? ഇതിനുള്ള അപ്പൊ നമ്മുടെ ഫ്യൂച്ചർ എന്തിന്റെയൊക്കെ മുകളിലാണ് പണിതുയർത്തുന്നതെന്ന് നോക്കാം. നമ്മളെപ്പോഴും കേൾക്കുന്ന കാര്യങ്ങളാണ്: സ്മാർട്ട് സിറ്റികൾ, ഭയങ്കര വേഗതയുള്ള 5G, പിന്നെ വരാൻ പോകുന്ന 6G നെറ്റ്വർക്കുകൾ, തനിയെ ഓടുന്ന കാറുകൾ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. പക്ഷേ ഈ സംഭവങ്ങളെല്ലാം ശരിക്കും വർക്ക് ചെയ്യണമെങ്കിൽ ഇതിനെല്ലാം പൊതുവായിട്ടൊരു ബേസ് വേണം, ഒരു അടിത്തറ. എന്തായിരിക്കും അത്? അതെ, അതിന്റെ ഉത്തരമാണ് ഇത്. ഈ പറഞ്ഞ എല്ലാ ടെക്നോളജിക്കും വേണ്ടത് നമ്മുടെ ലോകത്തിന്റെ ഒരു പുതിയ അൾട്രാ ഡീറ്റെയിൽഡ് ഡിജിറ്റൽ ബ്ലൂ പ്രിന്റാണ്. സംഭവം സിമ്പിളാണ്. നമ്മളൊരു വീട് വെക്കുമ്പോൾ ഒരു പ്ലാൻ വേണ്ടേ? അതുപോലെ തന്നെ ഈ പറഞ്ഞ സ്മാർട്ട് സിറ്റികളും ഓട്ടോണമസ് വെഹിക്കിൾസും ഒക്കെ അടങ്ങുന്നൊരു പുതിയ ലോകം ഉണ്ടാക്കണമെങ്കിൽ അതിന്റെ ഒരു ഡിജിറ്റൽ ബ്ലൂ പ്രിന്റ് കൂടി തീരൂ. ഇതിന്റെ മുകളിലാണ് ബാക്കിയെല്ലാം വരുന്നത്. അപ്പോ എന്താണ് ഈ ഡിജിറ്റൽ ബ്ലൂ പ്രിന്റ്? ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഈ ഡിജിറ്റൽ ബ്ലൂ പ്രിന്റ് ഉണ്ടാക്കുന്ന കളത്തില് ഒരു പ്രധാന കളിക്കാരനുണ്ട്. അതാണ് ജീനസിസ് ഇന്റർനാഷണൽ. ഈ ഫീൽഡിൽ ഒരു ഇന്ത്യൻ ഹീറോ എന്ന് തന്നെ പറയാം. ഏകദേശം 20 വർഷത്തിൽ കൂടുതലായി അഡ്വാൻസ്ഡ് മാപ്പിംഗ്, ജിയോസ്പേഷ്യൽ സർവീസസ് രംഗത്ത് ഒരു പൈനിയറാണ് ഈ കമ്പനി. ചുരുക്കി പറഞ്ഞാൽ അവർ നമ്മുടെ ലോകത്തെ ഡിജിറ്റലായിട്ട് വീണ്ടും ഉണ്ടാക്കിയെടുക്കുകയാണ്. അവരുടെ പ്രധാന ടെക്നോളജികളിൽ ഒന്നാണ് 3D ഡിജിറ്റൽ ട്വിൻ. പേര് കേട്ട് പേടിക്കണ്ട, സംഭവം സിമ്പിളാണ്. ഒരു യഥാർത്ഥ സിറ്റിയുടെ അല്ലെങ്കിൽ ഒരു കെട്ടിടത്തിന്റെ ലൈവായിട്ടുള്ള ഒരു ഡിജിറ്റൽ കോപ്പി. ശരിക്കും പറഞ്ഞാൽ ഒരു വീഡിയോ ഗെയിം പോലെ. ഇതിന്റെ ഗുണമെന്താണെന്ന് വെച്ചാൽ, ഒരു പുതിയ പാലം പണിയുന്നതിന് മുൻപ് അതിന്റെ ഒരു ഡിജിറ്റൽ ട്വിൻ ഉണ്ടാക്കിയിട്ട് ട്രാഫിക് എങ്ങനെയായിരിക്കും, എവിടെയൊക്കെ ബ്ലോക്ക് വരും എന്നൊക്കെ നമുക്ക് കമ്പ്യൂട്ടറിൽ തന്നെ ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പറ്റും. കൊള്ളാമല്ലേ? ഇനി അടുത്തത് ലൈഡാർ എഞ്ചിനീയറിംഗ്. നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന പോലെ ലേസർ ലൈറ്റ് ഉപയോഗിച്ചിട്ട് ഭൂമിയുടെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള 3D മാപ്പുകൾ ഉണ്ടാക്കുന്ന ഒരു പരിപാടിയാണിത്. എത്രത്തോളം ഡീറ്റെയിൽഡ് ആണെന്ന് വെച്ചാൽ, ഓരോ മരവും ഓരോ കെട്ടിടവും അതിന്റെ ഉയരവുമെല്ലാം ഇതിൽ പക്ക ക്ലിയർ ആയിരിക്കും. ഓക്കെ, അപ്പോ ഈ ടെക്നോളജിയൊക്കെ വെച്ച് ജെനസിസ് എങ്ങനെയാണ് ഒരു സ്മാർട്ടർ ഫ്യൂച്ചർ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിന്റെയൊക്കെ റിയൽ വേൾഡ് ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്? സിമ്പിളായി പറഞ്ഞാൽ, നാളത്തെ ഇൻഡസ്ട്രീസിന് പവർ കൊടുക്കുന്നത് ഈ ടെക്നോളജിയാണ്. എങ്ങനെയാണെന്നല്ലേ നമുക്ക് നോക്കാം. ഇവിടെ നോക്കിയാൽ കാണാം ഇത് ഏതൊക്കെ മേഖലകളിലാണ് ഉപയോഗിക്കുന്നതെന്ന്. ടെലികോം സെക്ടറിൽ 5G 6G നെറ്റ്വർക്ക് എവിടെയൊക്കെ വെക്കണമെന്ന് പ്ലാൻ ചെയ്യാൻ ഇത് വേണം. പിന്നെ നമ്മുടെ വെള്ളം, ഗ്യാസ്, ഇലക്ട്രിസിറ്റി ലൈനുകളൊക്കെ മാനേജ് ചെയ്യാൻ ഉപയോഗിക്കാം. ഏറ്റവും പ്രധാനമായിട്ട് ഓട്ടോണോമസ് കാറുകൾക്ക് വഴി കാണിക്കാൻ ഹൈ ഡെഫിനിഷൻ മാപ്പുകൾ വേണം. അതുപോലെ സ്മാർട്ട് സിറ്റികൾ പ്ലാൻ ചെയ്യാനും. അതായത് നമ്മുടെ കയ്യിലിരിക്കുന്ന ഫോണിലെ നാവിഗേഷൻ മുതൽ ഒരു രാജ്യത്തിന്റെ ഇൻഫ്രാസ്ട്രക്ചർ വരെ ഇതിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ഇവരുടെ ക്രെഡിബിലിറ്റി കൂട്ടുന്നൊരു കാര്യം ഇവരുടെ പാർട്ട്ണർഷിപ്പുകളാണ്. ഹിയർ ടെക്നോളജീസ്, NNG, സറ്റ്സ്യോ പോലുള്ള ഗ്ലോബൽ ലീഡേഴ്സ് മാത്രമല്ല, നമ്മുടെ സർവേ ഓഫ് ഇന്ത്യയുമായിട്ടും ഇവർക്ക് ടൈ-അപ്പ് ഉണ്ട്. അപ്പം മനസ്സിലാക്കാല്ലേ, ഇവരൊറ്റയ്ക്കല്ല ഈ രംഗത്തെ വമ്പന്മാരുടെ കൂടെയാണ് പ്രവർത്തിക്കുന്നത്. ശരി, ടെക്നോളജിയുടെ കാര്യമൊക്കെ കൊള്ളാം. പക്ഷേ ബിസിനസ് എങ്ങനെ പോകുന്നു? സാമ്പത്തികമായിട്ട് ഈ കമ്പനി എത്രത്തോളം സ്ട്രോങ് ആണ്? നമുക്കവരുടെ ബിസിനസ് സ്കോർകാർഡൊന്ന് നോക്കാം. ഈ ഗ്രാഫ് ഒന്ന് നോക്കിക്കേ, ഇവരുടെ വരുമാനം എങ്ങനെയാണ് വളർന്നതെന്ന്. 2021 ഏകദേശം 80 കോടി. 2025 ആയപ്പോഴേക്കും അത് 284 കോടിയിലേക്കെത്തി. അതായത് 4 വർഷം കൊണ്ട് വരുമാനം 3 ഇരട്ടിയിൽ കൂടുതൽ. ഇത് കാണിക്കുന്നതെന്താ? കമ്പനി ശരിയായ ട്രാക്കിലാണ്, നല്ല ഡിമാൻഡുണ്ട്. ഇനി ഈ നമ്പർ നോക്കൂ, 45.81%. ഇത് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിനാണ്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു കിടിലൻ നമ്പറാണ്. ഇതിന്റെ അർത്ഥം അവരുണ്ടാക്കുന്ന ഓരോ 100 രൂപ വരുമാനത്തിലും ഏകദേശം 46 രൂപ അവരുടെ പ്രവർത്തന ലാഭമാണ്. എന്നുവെച്ചാൽ
കമ്പനിയുടെ ഓപ്പറേഷൻസ് അത്രയ്ക്ക് എഫിഷ്യന്റാണ്. മറ്റു ചില പ്രധാന കണക്കുകൾ നോക്കാം. അറ്റാദായം 63 കോടി രൂപ. ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ വെറും 0.18 ആണ്. അതായത് കടം വളരെ കുറവാണ്. ഇത് വളരെ നല്ലൊരു കാര്യമാണ്. പിന്നെ റിട്ടേൺ ഓൺ ഇക്വിറ്റി ഏകദേശം 11%. മൊത്തത്തിൽ നോക്കുമ്പോൾ ഫിനാൻഷ്യൽസ് വളരെ ഹെൽത്തി ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ കാര്യങ്ങളൊക്കെ കൊള്ളാം. ഇനി നമ്മൾ ഒരു ഇൻവെസ്റ്ററുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കണം. ഈ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഇതിന്റെ ഗുണങ്ങളും ദോഷങ്ങളും എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, ഇതിനെ ഒരു ബാലൻസ്ഡ് വ്യൂ ആയിട്ട് കാണാം. ഗ്രോത്ത് ഡ്രൈവേഴ്സ് എന്തൊക്കെയാ? ഇന്ത്യയിൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കൂടുന്നതുകൊണ്ട് 3D മാപ്പിങ്ങിന് വലിയ ഡിമാൻഡുണ്ട്. പിന്നെ ടെക്നോളജിയിൽ ഇവരെ ലീഡേഴ്സാണ്. ഇനി റിസ്ക് ഫാക്ടേഴ്സ് നോക്കിയാൽ സ്റ്റോക്കിന്റെ PE റേഷ്യോ കുറച്ച് കൂടുതലാണ്. അതിന്റെ അർത്ഥം മാർക്കറ്റ് ഓൾറെഡി ഇതിൽ നിന്ന് വലിയ വളർച്ച പ്രതീക്ഷിക്കുന്നുണ്ട്. ആ പ്രതീക്ഷയ്ക്കത്ത് ഉയർന്നില്ലെങ്കിൽ സ്റ്റോക്ക് താഴെ പോകാം. പിന്നെ കോമ്പറ്റീഷനും കൂടി വരുന്നുണ്ട്. അപ്പോ അവസാനം ഒരു വലിയ ചോദ്യം ബാക്കിയുണ്ട്. നമ്മുടെ ലോകം കൂടുതൽ ഡിജിറ്റൽ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ ഈ ഡിജിറ്റൽ ലോകത്തെ നിയന്ത്രിക്കുന്ന മാപ്പുകൾ അത് ആരുടെ കയ്യിലായിരിക്കും? ഇതിനെപ്പറ്റി നിങ്ങൾക്കെന്താണ് തോന്നുന്നത്? ഏറ്റവും പുതിയ ബോർഡ് മീറ്റിംഗിലെടുത്ത ചില നിർണായക തീരുമാനങ്ങളെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. കമ്പനിയുടെ പ്രകടനം, നേതൃത്വം, പിന്നെ ഭാവിയിലേക്കുള്ള പ്ലാനുകൾ നമുക്ക് വിശദമായി തന്നെ നോക്കാം. അപ്പോൾ ജെനസിസ് ഇന്റർനാഷണൽ ഒരു റെഗുലേറ്ററി ഫയലിംഗ് പുറത്തുവിട്ടിട്ടുണ്ട്. വെറും സാമ്പത്തിക കണക്കുകൾ മാത്രമല്ല ഇതിലുള്ളത്. കമ്പനിയുടെ ഭാവിയെ തന്നെ മാറ്റിമറിച്ചേക്കാവുന്ന ചില പ്രധാന തീരുമാനങ്ങൾ ഈ മീറ്റിംഗിൽ എടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണവ എന്ന് നമുക്കൊന്ന് നോക്കാം. ഈ ബോർഡ് മീറ്റിംഗിൽ നിന്ന് പ്രധാനമായും 3 കാര്യങ്ങളാണ് പുറത്തുവന്നത്. ഒറ്റനോട്ടത്തിൽ ഇതൊക്കെ വെവ്വേറെ കാര്യങ്ങളായിട്ട് തോന്നാം, പക്ഷെ അങ്ങനെയല്ല. ഇവ 3ഉം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. കമ്പനിയുടെ ഒരു വലിയ ലക്ഷ്യത്തിലേക്കുള്ള ചവിട്ടുപടികളാണിത്. അതായത് സാമ്പത്തിക ഭദ്രത, നേതൃത്വത്തിലെ സ്ഥിരത, പിന്നെ ഭാവിയെക്കുറിച്ചുള്ള ഒരു പുതിയ കാഴ്ചപ്പാട്. ഏതൊരു കമ്പനിയുടെയും ആരോഗ്യം അറിയാൻ നമ്മൾ ആദ്യം നോക്കുന്നത് അതിന്റെ സാമ്പത്തിക പ്രകടനമാണല്ലോ. അപ്പോൾ നമുക്ക് ആദ്യം ജെനസിസിന്റെ ഈ വർഷത്തെ തുടക്കം എങ്ങനെയുണ്ടായിരുന്നു എന്ന് നോക്കാം. ആദ്യ ക്വാർട്ടറിലെ കണക്കുകൾ എന്താണ് നമ്മളോട് പറയുന്നത്? ഇതാ നോക്കൂ, ആദ്യ പാദത്തിലെ വരുമാനം 6742 ലക്ഷം രൂപ. ഇതൊരു ചെറിയ സംഖ്യയല്ല. കമ്പനിയുടെ സേവനങ്ങൾക്ക് വിപണിയിൽ നല്ല ഡിമാൻഡുണ്ട് എന്നിതിൽ നിന്ന് വ്യക്തമാണ്. വരും മാസങ്ങളിലേക്കുള്ള ഒരു നല്ല സൂചനയാണ് ഈ തുടക്കം. ശരി, വരുമാനം മാത്രം നോക്കിയാൽ പോരല്ലോ, അതിൽ നിന്ന് എന്ത് മിച്ചം പിടിക്കാൻ പറ്റി എന്നതും പ്രധാനമാണ്. ജെനസിസ് 1333 ലക്ഷം രൂപയുടെ അറ്റാദായം നേടിയിട്ടുണ്ട്. ഇതിനർത്ഥം കമ്പനി വളരെ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നുണ്ട്, സാമ്പത്തികമായി നല്ലൊരു അടിത്തറയുണ്ട് എന്നുതന്നെയാണ്. ഈ കണക്കുകളുടെ യഥാർത്ഥ ചിത്രം കിട്ടണമെങ്കിൽ നമ്മൾ കഴിഞ്ഞ വർഷവുമായിട്ടൊന്ന് താരതമ്യം ചെയ്യണം. ഈ ചാർട്ട് നോക്കൂ. കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് 5526 ലക്ഷം രൂപയായിരുന്നു വരുമാനം. അവിടെ നിന്നാണ് 6742 ലക്ഷത്തിലേക്കെത്തിയത്. ഇതൊരു വലിയ കുതിച്ചുചാട്ടമാണല്ലേ? കമ്പനി ശരിയായ ദിശയിലാണ് മുന്നോട്ടു പോകുന്നതെന്നതിന്റെ വ്യക്തമായ തെളിവാണിത്. ഒരു കാര്യം ഉറപ്പാണ്, മികച്ച സാമ്പത്തിക പ്രകടനത്തിന് പിന്നിൽ എപ്പോഴും നല്ലൊരു നേതൃത്വമുണ്ടാവും. ഇവിടെയാണ് ബോർഡിന്റെ അടുത്ത പ്രധാന തീരുമാനം വരുന്നത്. ഇത് കമ്പനിക്ക് ഒരുതരം സ്ഥിരതയും ദീർഘകാലത്തേക്കുള്ളൊരു കാഴ്ചപ്പാട് നൽകുന്ന ഒരു തീരുമാനമാണ്. അതെ, ശ്രീ സാജിദ് മാലിക്കിനെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായി അടുത്ത 3 വർഷത്തേക്ക് കൂടി വീണ്ടും നിയമിച്ചിരിക്കുകയാണ്. ഒരു കമ്പനി വലിയ പദ്ധതികൾ പ്ലാൻ ചെയ്യുമ്പോൾ നേതൃത്വത്തിൽ ഇങ്ങനെയൊരു തുടർച്ചയുണ്ടാകുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തുകൊണ്ടാണ് ഈ തീരുമാനം ഇത്രയും പ്രാധാന്യമർഹിക്കുന്നത്? കാരണം സാജിദ് മാലിക് വെറും ഒരാളല്ല. ഇന്ത്യയിലെ ആദ്യത്തെ 360 ഡിഗ്രി സ്ട്രീറ്റ് വ്യൂ, 3D സിറ്റി മാപ്പിംഗ് ഇതിനൊക്കെ തുടക്കമിട്ട ആളാണ്. ഫോബ്സിന്റെ ലിസ്റ്റിലും ഗവൺമെന്റിന്റെ അവാർഡുകളിലുമൊക്കെ ഇടം പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന്റെ കഴിവും കാഴ്ചപ്പാടും എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് ഊഹിക്കാം. ശരി, അപ്പോൾ സാമ്പത്തിക അടിത്തറ ഭദ്രമാണ്, നേതൃത്വവും സ്റ്റേബിളാണ്. ഇനി ജെനസിസ് എങ്ങോട്ടാണ് പോകുന്നത്? അതാണ് 3ാമത്തെ തീരുമാനം. ഇത് കമ്പനിയുടെ ഭാവിയെക്കുറിച്ചുള്ള വളരെ നിർണായകമായ ഒരു തന്ത്രപരമായ മാറ്റമാണ്. ഇതൊരു ചെറിയ മാറ്റമല്ല, ഒരു പുതിയ തുടക്കം തന്നെയാണെന്ന് പറയാം. ഈ മാറ്റം ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ആദ്യം മെമ്മോറാൻഡം ഓഫ് അസോസിയേഷൻ അഥവാ MOA എന്താണെന്നറിയണം. സിമ്പിളായി പറഞ്ഞാൽ ഇതൊരു കമ്പനിയുടെ ഭരണഘടന പോലെയാണ്. കമ്പനിക്ക് എന്തു ചെയ്യാം, എന്തു ചെയ്യാൻ പാടില്ല എന്നൊക്കെ നിർവചിക്കുന്നൊരു അടിസ്ഥാന രേഖ. ജെനസിസ് അവരുടെ ഈ അടിസ്ഥാന രേഖയിൽ, അതായത് ഭരണഘടനയിൽ തന്നെ ഒരു മാറ്റം വരുത്താൻ തീരുമാനിച്ചിരിക്കുന്നു. കമ്പനികൾ സാധാരണയായി ഇത് ചെയ്യാറില്ല. അത്രയ്ക്ക് ലാഘവത്തോടെ എടുക്കുന്ന ഒരു തീരുമാനമല്ല ഇത്. തങ്ങളുടെ പ്രവർത്തനങ്ങളുടെ കാതലിൽ തന്നെ ഒരു മാറ്റം വരുന്നു എന്നതിന്റെ ഏറ്റവും വലിയ സൂചനയാണിത്. അപ്പോ എന്താണ് ആ മാറ്റം? ഈ സ്ലൈഡ് നോക്കൂ. ഇത് വളരെ വ്യക്തമാണ്. ഇതുവരെ ജെനസിസ് ഒരു സൊല്യൂഷൻ പ്രൊവൈഡർ ആയിരുന്നു. അതായത് ഡേറ്റ ഉപയോഗിച്ച് സേവനങ്ങൾ നൽകുന്ന ഒരു കമ്പനി.
എന്നാൽ ഇനി അവർ സ്വന്തമായി വിമാനങ്ങൾ ഉപയോഗിച്ച് ഏരിയൽ സർവേകൾ നടത്താൻ പോകുന്നു. ചുരുക്കി പറഞ്ഞാൽ ഒരു ഡേറ്റ കളക്ടറായി അവർ മാറുകയാണ്. ഇതുവരെ നമ്മൾ 3 വ്യത്യസ്ത തീരുമാനങ്ങൾ കണ്ടു. നല്ല സാമ്പത്തിക ഫലം, സ്ഥിരതയുള്ള നേതൃത്വം, പിന്നെ ഒരു പുതിയ പ്രവർത്തന മേഖല. ഇവയെല്ലാം ഒന്ന് ഒരുമിച്ച് ചേർത്തുവച്ചാൽ നമുക്ക് മുന്നിൽ തെളിയുന്ന ആ വലിയ ചിത്രം എന്തായിരിക്കും? ഇവിടെയാണ് എല്ലാം ഒരുമിച്ച് വരുന്നത്. ഈ 3 തീരുമാനങ്ങളും വെവ്വേറെയല്ല, മറിച്ച് ഒരൊറ്റ ലക്ഷ്യത്തിലേക്കുള്ള കൃത്യമായി പ്ലാൻ ചെയ്ത ഒരു പദ്ധതിയുടെ ഭാഗമാണ്. സാമ്പത്തിക കരുത്ത്, നേതൃത്വത്തിന്റെ കാഴ്ചപ്പാട്, പുതിയ കഴിവുകൾ എല്ലാം കൃത്യമായി ഒത്തുചേരുന്നു. ഇനി നമ്മൾ ആദ്യം കണ്ട ആ വലിയ ലാഭം ഓർക്കുന്നുണ്ടോ? അതിനൊരു ലക്ഷ്യം കൂടി ഇപ്പോൾ വ്യക്തമായി. കുറച്ചുകാലം മുൻപ് കമ്പനി 11,000 ലക്ഷം രൂപ സമാഹരിച്ചിരുന്നു. ആ പണം എവിടെ നിക്ഷേപിക്കുമെന്ന് ഇപ്പോൾ നമുക്കറിയാം. സ്വന്തമായി വിമാനങ്ങൾ വാങ്ങി ഏരിയൽ ഡാറ്റ ശേഖരിക്കുക എന്ന ഈ വലിയ പദ്ധതിക്ക് വേണ്ടിയാണത്. ഈ നീക്കങ്ങളെല്ലാം അവസാനം ചെന്നെത്തുന്നത് ഒരൊറ്റ സ്വപ്നത്തിലേക്കാണ്. കമ്പനിയുടെ തലപ്പത്തിരിക്കുന്ന സാജിദ് മാലിക്കിന്റെ വലിയൊരു സ്വപ്നം. അതെന്താണെന്നോ? ഇന്ത്യയിലെ 100 പ്രധാന നഗരങ്ങളുടെ 3D ഡിജിറ്റൽ പകർപ്പുകൾ, അതായത് ഡിജിറ്റൽ ട്വിനുകൾ ഉണ്ടാക്കുക എന്ന ആ ഒരു മഹത്തായ പദ്ധതി. അപ്പോൾ നമ്മൾ കണ്ടത് ഒരു കമ്പനിയുടെ ക്വാർട്ടർലി റിപ്പോർട്ട് മാത്രമല്ല, മറിച്ച് സാമ്പത്തികമായും തന്ത്രപരമായും നേതൃത്വപരമായും സർവ്വസന്നാഹങ്ങളോടും കൂടി ഒരുങ്ങി ഒരു രാജ്യത്തെ മുഴുവൻ ഡിജിറ്റൈസ് ചെയ്യാനുള്ള ഒരു വലിയ ദൗത്യത്തിന് തയ്യാറെടുക്കുന്ന ഒരു കമ്പനിയുടെ ബ്ലൂ പ്രിന്റാണ്. ജനസിസ്